കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരം കടുക്കുന്നതോടെ വോട്ടർമാരുടെ ഇടയിൽ രാഷ്ട്രീയ ചർച്ചകളും സജീവമാകുകയാണ്. മൂന്ന് മുന്നണികളും വലിയ വിജയപ്രതീക്ഷകളോടെ രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ കവലകളിലും കൂട്ടായ്മകളിലും അന്ത്യചർച്ചകൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരം മുറുകുകയാണ്. LDF സ്ഥാനാർത്ഥിയായി KN ബാലഗോപാലും NDA സ്ഥാനാർത്ഥിയായി R രശ്മിയും UDF സ്ഥാനാർത്ഥിയായിട്ട് P ഐഷ പൂറ്റിയുമാണ് ജനവിധി തേടുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ത്രികോണ മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. അതിശക്തമായ മത്സരമാണ്. ആര് ഈ പ്രാവശ്യം ജയിക്കും എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ അന്തിച്ചർച്ചകളും വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്കിവിടെ തൃക്കണ്ണമംഗൽ എന്നൊരു പ്രദേശത്താണുള്ളത്. നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയാം. ബാലഗോപാലിൻ്റെ 5 വർഷത്തെ പ്രവർത്തനം, വികസനം, ഒരുപാട് കാര്യങ്ങൾ, റോഡ്, ഒരുപാട് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഒരു സാധ്യത ബാലഗോപാലിന് തന്നെയാണ്. മണ്ഡലം പുനർനിർണയത്തിന് ശേഷം രാഷ്ട്രീയമായി തന്നെ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. പ്രാവശ്യവും ഇടതിനനുകൂലമായിരിക്കും. അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ രശ്മിയായിരിക്കും ജയിക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പം ക്രമാനുഗതമായി വോട്ടിൻ്റെ വളർച്ച കൂടിക്കൂടി വരുന്നത് രശ്മിക്കാണ്. പല കേന്ദ്ര പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ പേരിലുള്ള പദ്ധതികളായിട്ടാണ് പലയിടത്തും അവതരിപ്പിക്കുന്നത്. ഇപ്പം ഈ വർക്ക് നിയർ ഹോം അത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി സംസ്ഥാന പദ്ധതിയായിട്ട് അവതരിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പം കേരളത്തിലായാലും പൊതുവെ കൊട്ടാരക്കരയായാലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നത് BJPക്കാണ്. BJP നയിക്കുന്ന NDA മുന്നണിക്കാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നത്. അതിൻ്റെ ഒരു മികവ് ഈ തെരഞ്ഞെടുപ്പിലും കാണും. രശ്മി തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. BJP ജയിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് വോട്ടർമാർ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വോട്ടറോട് ചോദിച്ചിരിക്കും, ശരിക്കും ആര് എന്താണ് നമ്മുടെ ഒരു മണ്ഡലത്തിൽ സാധ്യത? ഇവിടുത്തെ സാധ്യത കാണുന്നത് LDFിൻ്റെ ഒരു ഇതാണ് ജയിക്കാൻ, എൻ്റെ അനുഭവം. കാരണം ഇതൊരു LDF മണ്ഡലമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് LDFിനെ ജയിക്കാനാണ്, അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ത്രികോണ മത്സരവും LDFിന് ജയിക്കാനാണ് സാധ്യത. അതായത് KN ബാലഗോപാൽ മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് വോട്ടർമാർ പറയുന്നത്. നമുക്ക് മറ്റൊരു വോട്ടറോട് ചോദിച്ചറിയാം. ശരിക്കും ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നമുക്ക്? ഇടതുപക്ഷത്തിന് മുൻതൂക്കം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഐഷ പൂറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ജനകീയതയുള്ളതും പ്രത്യേകിച്ച് സ്ത്രീകളോടും അതുപോലുള്ള കുട്ടികളോടുള്ള വലിയ ബന്ധമാണ്, ആത്മബന്ധമാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ LDF എന്നോ UDF എന്നോ BJP എന്നോ ഇല്ലാതെ സ്ത്രീകളുമായിട്ടും എല്ലാ ജനങ്ങളോട്ടും അടുത്ത് ഇടപഴകുന്ന ഒരു ജനകീയ മുഖമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഐഷ പൂറ്റി തന്നെ ജയിക്കും. 100% അവർ തന്നെ ജയിക്കും. കാരണം കഴിഞ്ഞ 15 വർഷം അവർ മണ്ഡലത്തിൽ MLA ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗം ചെയ്ത കാര്യങ്ങൾ മാത്രമേ കൊട്ടാരക്കരയിൽ വികസനം ഉള്ളൂ. ഉദാഹരണം, ഈ കോടതി സമുച്ചയം തന്നെ, മുന്നിൽ കാണുന്ന കോടതി സമുച്ചയം, നമ്മുടെ റവന്യൂ ടവർ, അങ്ങനെ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം ബാലകൃഷ്ണപിള്ള സാറിന് ശേഷം വികസന പ്രവർത്തനം ചെയ്ത ഏക വ്യക്തി ഐഷ പൂറ്റി മാത്രമാണ്. കഴിഞ്ഞ 5 വർഷം ധനകാര്യമന്ത്രിയായത് ബാലഗോപാൽ ഇവിടെ ചെയ്തു. 4.25 വർഷവും ഉണ്ടാകത്തില്ല. ഒരു ആളിനെ കണ്ടാൽ ഉണ്ടാത്തൊരു മനുഷ്യൻ 4.25 വർഷമായപ്പോൾ ചില കല്ലുകൾ അവിടെ ഇവിടെ ഇട്ടാൽ വികസനമാവത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്കാണ് ഈ പത്രത്തിൽ കാണുന്ന വികസനം അല്ലല്ലോ വികസനം. മുനിസിപ്പൽ കോംപ്ലക്സിന് കല്ലിട്ട് ഒരു പണി ചെയ്തിട്ടില്ല. 1 കോടി രൂപ ചിലവാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു എന്ന് പറയുന്നു. 25 ലക്ഷം പോലും അവിടെ ചിലവാക്കിയിട്ടില്ല. അത് ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കല്ലിട്ടു, ഒരു പണിയും നടന്നിട്ടില്ല. മത്സ്യ മാർക്കറ്റ് അവിടെ കല്ലിട്ട് നിർമ്മാണം നടക്കുന്നേ ഉള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. നമ്മുടെ കോംപ്ലക്സ് ചന്തമുക്കിലെ അതും നിർമ്മാണം നടക്കുന്നേ ഉള്ളൂ, ഒന്നും പൂർത്തീകരിച്ചില്ല, എല്ലാം പാതി വഴി കിടക്കുക. അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി 11 നിലയുടെ കെട്ടിടം അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം പത്രത്താളുകൾ കൂടി വളരെ വികസനം നടത്തുന്നു. പക്ഷേ വികസനം ഒന്നും ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഐഷ പൂറ്റി കൊണ്ടുവന്ന വികസനം മാത്രമേ കൊട്ടാരക്കര മണ്ഡലത്തിലുള്ളൂ എന്ന് 100% ഉറപ്പിച്ച് പറയാം. ജനങ്ങൾക്ക് അത് ബോധ്യമാണ്, നമ്മൾ കണ്ണാൽ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം 100% ഐഷ പൂറ്റി ബാലകൃഷ്ണപിള്ളയെ ആര് തോൽപ്പിച്ചോ അതുപോലെ തന്നെ ബാലഗോപാലിനെ തോൽപ്പിക്കും. എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായം KN ബാലഗോപാൽ 100% വിജയിക്കും. അദ്ദേഹത്തിൻ്റെ വികസന രേഖകളാണ് ഇരിക്കുന്നത്. 1 കിലോമീറ്റർ ഒന്നും അല്ല, 10 കിലോമീറ്റർ പറഞ്ഞാലും തീരാത്ത സാധനമാണ്. ഇത്രയും വികസനം നടന്ന ഒരു ടേമേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ റോഡുകൾ, സ്കൂളുകൾ, പാലങ്ങൾ, നമ്മുടെ ഈ റോഡിൻ്റെയൊക്കെ ഭൗതിക സാഹചര്യം നോക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സ്കൂളിൻ്റെ പറയാം, പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പാമ്പ് കടിച്ച് ഉച്ചയെത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ സ്കൂൾ അക്കാദമികൾ വളരെ മികവായി, എല്ലാ ഹൈടെക് സ്കൂളുകൾ. പണ്ട് ഞാൻ ഈ ടൗൺ സ്കൂളിലൊക്കെ പോകുമ്പം അവിടെ ഈ പറയുന്ന ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ആയിരക്കണക്കിന് പിള്ളേരാകാൻ കഴിഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു, നല്ല നല്ല കെട്ടിടങ്ങൾ വന്നു. അതിനുശേഷം സ്കൂളിൽ മറ്റുള്ള അൺഎയ്ഡഡ് സ്കൂളിലൊരു കുതിച്ചുകയറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ 20 വർഷം. അതെല്ലാം മാറിക്കഴിഞ്ഞു. ആ സമയത്താണ് സ്കൂളിൽ ടൈ വന്നു, ബാഗ് വന്നു, പിന്നെ ബസ് വന്നു,
പിരിഞ്ഞ് ഒരു സാഹചര്യമില്ല. നല്ല വർണ്ണക്കൂടാരം എന്നുള്ള ഓരോ സംഗതികൾ, നല്ല പിള്ളേർക്ക് ആകർഷണീയമായ, പിള്ളേരെ ആകർഷിക്കുന്ന ഒരുപാട് സംഗതികൾ. ഇനി ഒന്നുമില്ല അവിടെ വരാൻ വേണ്ടി. ഭക്ഷണം, പ്രഭാത ഭക്ഷണം, ഉച്ച ഭക്ഷണം തൊട്ട് എല്ലാം മികവായി. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ കവലയിൽ സജീവമായി തന്നെ നടക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ആര് വാഴും ആര് വീഴും എന്നുള്ളത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.